ഇപ്പോൾ കാണുന്നത് ISROയുടെ സാറ്റലൈറ്റ് ഇമേജ് ആണ്. സാറ്റലൈറ്റ് ഇമേജിൽ എങ്ങനെയാണ് ഈ ലാൻഡ് സ്ലൈഡ് 16-ാം തീയതി രാവിലെ 8:45 സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് മണ്ണിടിച്ചിലുണ്ടായി 3 തവണ മണ്ണിടിഞ്ഞ് വീഴുന്നത്, താഴേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നതൊക്കെയാണ് നമുക്ക് വ്യക്തമായത്. ഇത് മണ്ണിടിച്ചിലുണ്ടായ ഏരിയയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഈ ഒരു മലഞ്ചെരിവ്, ഷിരൂരിലെ ഈ മലഞ്ചെരിവ്, അതിന് താഴെ കൂടിയാണ് ഈ മലയുടെ ഒരു ഭാഗം വെട്ടിമാറ്റിയാണ് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. ആ ദേശീയപാത നിർമ്മിച്ച ഇടത്തേക്ക്, ആ ദേശീയപാതയുടെ അങ്ങോട്ട് പോകുന്ന വഴിയുടെ ഈ വെള്ളവരയ്ക്ക് ഇപ്പുറത്തേക്ക് മാത്രമല്ല, ഈ വഴി പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ മണ്ണ് വന്ന് വീണത്. അപ്പോൾ ആ മണ്ണ് അത്രയും ആഘാതത്തോടു കൂടിയാണ് പതിച്ചിരിക്കുന്നത്. മാത്രമല്ല, വഴിയിലേക്ക് മാത്രമല്ല, വഴിയുടെ ഏത് ഭാഗത്തേക്കാണ് ഈ മണ്ണ് വീണത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് അഫക്റ്റഡ് ഏരിയ എന്ന് നമുക്ക് പറയാം. മണ്ണിടിച്ചിലുണ്ടായത് 16-ാം തീയതിയാണ്. ഈ ലാൻഡ് സ്ലൈഡ് അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ മുതൽ അവിടം വരെ പോകുന്ന ഒരു റീച്ചാണ്. ആ റീച്ചിലേക്ക് നമുക്ക് വിശദമായി ഒന്ന് കടന്നു ചെല്ലാം. ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന മലയുടെ മുകൾ ഭാഗം, ഈ മലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗം എന്ന് പറയുന്നത് 250 മുകളിൽ ആണ്. അത്രയും മീറ്റർ ഉയരത്തിലാണ് ഈ മല നിൽക്കുന്നത്. ആ മലയുടെ ഏകദേശം 2/3 ഭാഗം ഇടിഞ്ഞ് സ്ലോപ്പായി ചെരിഞ്ഞാണ് ആ മല കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മലഞ്ചെരിവെന്ന് ഉപയോഗിച്ചത്. അങ്ങനെ താഴേക്ക് വീണ് ആ മലഞ്ചെരിവിലൂടെ പുറത്തേക്ക് വീഴുന്ന മണ്ണും വലിയ പാറക്കഷണങ്ങളും എല്ലാം വീണത് ഇവിടേക്കാണ്. അതായത് കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മലയുടെ ഏകദേശം 2/3 ഭാഗമാണ് ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റ്. അവിടെ നിന്ന് നേരെ വരികയാണ് ഈ മണ്ണ്. ആ മണ്ണിങ്ങനെ നേരെ വന്ന് വീഴുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ റോഡ് മൂടിക്കിടക്കുന്ന ഭാഗം മാത്രമല്ല, അതേ രീതിയിൽ തന്നെ പുഴയിലേക്ക് പതിക്കുകയാണ്. ഡീപ്പായി പുഴയുടെ അടിയിലേക്ക് മണ്ണ് പതിക്കുന്നുണ്ട്. ഈ വന്ന് പതിച്ച മണ്ണ് അവിടെ നിന്നൊന്ന് കുതിച്ചുയരുന്ന ഭാഗം ഇപ്പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളം കുതിച്ചു പാഞ്ഞ് നദിയുടെ മറുകരയിലേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ സ്ലോപ്പിൽ നിന്നുണ്ടായ ആ ഒരു ഫോഴ്സ്, ആ ഒരു കൈനറ്റിക് എനർജിയിൽ കൃത്യമായി ആ മണ്ണ് പൂർണ്ണമായും നദിയിലേക്ക് പതിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ലാൻഡ് സ്ലൈഡിൽ സംഭവിച്ചത് എന്താണ്? ഫസ്റ്റ് ലാൻഡ് സ്ലൈഡിൽ ആദ്യം വലിയ പാറക്കഷണങ്ങളുമൊക്കെയുള്ള ഭാഗം ഇടിഞ്ഞു വീഴുകയാണ്. അത് ഈ മലയോട് ചേർന്നുള്ള, ഈ വഴിയോട് ചേർന്നുള്ള ഭാഗത്ത് വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യഘട്ടത്തിൽ അത്രയും മണ്ണ് വീഴുന്നു, അത്രയും പാറക്കഷണങ്ങൾ വീഴുന്നു. അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ വീണ്ടും കൂടുതൽ പാറക്കഷണങ്ങളും മണ്ണുമെല്ലാം താഴേക്ക് വരികയാണ്. ഒരുപക്ഷെ ഈ രണ്ടാമതുണ്ടായ മണ്ണിടിച്ചിലായിരിക്കാം ഈ ലക്ഷ്മണന്റെ കടയടക്കമുള്ള ഭാഗങ്ങൾ താഴേക്ക് നദിയിലേക്ക് പതിച്ചത്. അതിന് നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. ആദ്യത്തെ ചിത്രം പറയുന്ന കഥ ഇത്രയുമാണ്. അതായത് മണ്ണും പാറക്കഷണങ്ങളും ഒക്കെ താഴേക്ക് വീഴുന്നു. ഇനി ഈ തെരച്ചിൽ നടക്കുന്ന ഇടത്തേക്ക്, ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഇടം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജ് അനുസരിച്ചെല്ലാം ഈ രീതിയിലാണ് ഇപ്പോൾ ഈ ടെറൈൻ കിടക്കുന്നത്. അതിൽ നോക്കൂ, ഈ മല ഇടിഞ്ഞു വന്ന, മണ്ണിടിഞ്ഞു വീണ ഭാഗം മുതലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വിശദമായി നോക്കിക്കഴിഞ്ഞാൽ, മലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഇടിഞ്ഞു വീഴുന്ന, അല്ലെങ്കിൽ ഈ മലയുടെ ടോപ്പിൽ നിന്ന് വരുന്ന മണ്ണ്, ആ മണ്ണിൻ്റെ ഒരു സഞ്ചാരപാത എങ്ങനെയാണ് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സഞ്ചാരപാത അനുസരിച്ചുകൊണ്ട് നോക്കൂ, ഇതിപ്പോൾ ഈ നദിക്കടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനകളാണ്. അതിനൊരു കൃത്യമായ ഒരു ഫോർമേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴാണ് ഒരു വിശദമായ ചിത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഈ നദിയുടെ അടിത്തട്ട്, ഇപ്പോഴും നദി കലങ്ങിയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ക്ലിയറായി ഇപ്പോൾ NDRFന് കാണാൻ കഴിയുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി എങ്ങനെയായിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നതാണ് അനുമാനിക്കുന്നത്. ഇത് നമ്മുടെ ഡാറ്റ ടീം തന്നെ നൽകുന്ന വിവരങ്ങളാണ്. അത് ഇങ്ങനെയാണ്. ഈ ഒരു മലയിൽ നിന്ന് ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. മണ്ണിടിഞ്ഞു വരുമ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കടയും എല്ലാം ഇരുന്ന സ്ഥലമാണ്. ഒരു കടയും അതിന് തൊട്ടടുത്ത് മറ്റൊരു വീടുമൊക്കെ ഉണ്ടായിരുന്ന കടയാണ്. ആ കടയിലുണ്ടായിരുന്ന ആളുകൾ മരിച്ചു, അവരുടെ മൃതദേഹം കിട്ടി. ആ കടയുടെ ഭാഗങ്ങൾ സ്വാഭാവികമായും ഗംഗാവാലി നദിയിലേക്ക്, ഇതാണ് ഗംഗാവാലി നദിയുടെ ഭാഗം. ഈ ഗംഗാവാലി നദിയിലേക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായും വീണിട്ടുണ്ട്. അപ്പോൾ ഈ ഗംഗാവാലി നദിയിലേക്ക് വീണ മണ്ണ് അത് അടിത്തട്ടിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. കുറേ മണ്ണ് ഒഴുകിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ ഒഴുകിപ്പോയ മണ്ണ് കൂടാതെ ഇപ്പോഴും അടിഞ്ഞു കിടക്കുന്ന മൺകൂനകൾ, ആ മൺകൂനകളിൽ ഈ ലോറിയുണ്ടോ എന്ന തെരച്ചിലാണ് ഇപ്പോൾ NDRFും സേനയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേവിയും NDRFും ഇപ്പോൾ ന്യായമായും സംശയിക്കുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്പോട്ട്, ഈ മണ്ണിടിച്ചിൽ വന്ന് മണ്ണ് താഴേക്ക് പതിച്ച ഈ ഒരു ഏരിയ, ഇവിടെയാണ് ഇപ്പോൾ അവിടെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നത്. ഇപ്പോൾ ഡീപ്പ് സെർച്ച് നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഡീപ്പ് സെർച്ച് നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് മാത്രമല്ല, മറുഭാഗത്തേക്കും ഇത് വീഴാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡീപ്പ് സെർച്ച് നടക്കുന്ന ഏരിയയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ ഡീപ്പ് സെർച്ച് നടക്കുന്ന ഏരിയ അത് ഇവിടെയുണ്ട്.
ഡീപ് സെർച്ച് നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കടയിരുന്ന ഭാഗമാണ്. അവിടെ ഇപ്പോൾ എന്തോ സാന്നിധ്യം അവർക്ക് സംശയാസ്പദമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മണിക്കൂറിലധികം സമയമെടുത്ത് നേവിയും NDRF-ഉം കരസേനയും ഒക്കെ ആ ഭാഗത്ത് തന്നെ തെരച്ചിൽ നടത്തുകയും ഇവിടെ നിന്നുള്ള മണ്ണെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫോർമേഷൻ നമുക്ക് നോക്കാം. മലയിൽ നിന്നും ഇടിഞ്ഞു വരുന്ന മണ്ണ് അത് വന്നത് ഇങ്ങനെ ഒരു സ്ലോപ്പായി തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായി. അത് നേരെ പുഴയിലേക്ക് വീഴുന്ന ഭാഗമാണിത്. പുഴയിലേക്ക് വീഴുന്നു. പുഴയുടെ താഴെ ഒരു ഡിപ്പോസിറ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ പുഴയുടെ മുകളിൽ നമുക്ക് കാണാവുന്ന രീതിയിൽ ആ ഡിപ്പോസിറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഇവിടെ ഒരു ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഫോർമേഷനിലേക്ക് നമ്മൾ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ താഴേക്ക്, അതായത് ഇതിനോട് ചേർന്നുകൊണ്ട് മണ്ണ് വീണിട്ടുണ്ട്. ചേർന്ന് വീണ് കിടക്കുന്ന മണ്ണ്, അതിനൊപ്പം ലോറി താഴേക്ക് വീണിട്ടുണ്ടോ? അവിടെയാണ് ഇപ്പോൾ ഡീപ് സെർച്ചിൽ ചില ചലനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്നുകൂടി പരിശോധിക്കാമെന്നവർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു, താന്നു നിൽക്കുന്നു, വീണ്ടും ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു W ഫോർമാറ്റിലാണ് ഇവിടെ ഇപ്പോൾ മണ്ണ് വീണ് കിടക്കുന്നത്. അതിൻ്റെ രണ്ട് എൻഡും കൃത്യമായി പരിശോധിക്കുക എന്നതാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജിൻ്റെ കൂടി സഹായത്തോടു കൂടി നേവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഡീപ് സെർച്ച് നടക്കുന്ന ഏരിയയാണ്. ഡീപ് സെർച്ച് നടക്കുന്ന ഏരിയയിൽ ഒരു പക്ഷേ അവിടെ നിന്ന് ഈ വാഹനം കണ്ടെടുക്കാൻ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ, ലോഹ സാന്നിധ്യമാണ്, ഒരു കടയും വീടുമൊക്കെ ഇടിഞ്ഞു വീണതാണ്, അതിലുണ്ടായിരുന്ന മറ്റ് ലോഹഭാഗങ്ങൾ ഒരു പക്ഷേ അതിനിടയിലുണ്ടാകാം. എന്തായാലും അവിടെ ഒരു ചലനം കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായി അവർക്ക് അതിൻ്റെ സിഗ്നൽസ് കിട്ടിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അവർ വീണ്ടും അവിടെ പരിശോധിക്കുന്നത്. കാരണം നേരത്തെ കിട്ടിയ സിഗ്നലുകളൊക്കെ തെറ്റായ ഇമേജിംഗ് ആണ്, അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. കുഴിച്ചു ചെല്ലുമ്പോൾ പാറയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പലതവണ പരിശോധിച്ച് ആവർത്തിച്ചുറപ്പിക്കുകയാണ് അവർ. അതുകൊണ്ടാണ് തുടർച്ചയായി ഈ ഒരു ഏരിയയിൽ പരിശോധന നടക്കുന്നത്. ഇനി ഇവിടേക്ക് വീണ മണ്ണ് ഇങ്ങനെ കൂമ്പാരം കൂടി കിടക്കുന്നതിന് അടിയിൽ ഇവിടെ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു പക്ഷേ ഇവിടെ ഈ ലോറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ തടഞ്ഞു കിടക്കുന്നുണ്ടോ? ആ തടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണോ അവിടെയുള്ള മണ്ണ് മാത്രം ഒഴുകി പോകാത്തത്? കാരണം ഇത്രയും വേഗത്തിൽ ഇങ്ങനെ ഒരു ഫോർമേഷനിൽ വെള്ളം ഉയർന്നു തെറിക്കുകയും ഇങ്ങനെയൊരു മണ്ണിൻ്റെ കൂമ്പാരം അവിടെ രൂപപ്പെടുകയും ചെയ്യുമ്പോഴാണ് മറുഭാഗത്തേക്ക്, നദിയുടെ മറുകരയിലേക്ക്, നമ്മളിപ്പോൾ കണ്ട സണ്ണി ഗൗഡയുടെ വീട്ടിലേക്കടക്കം വെള്ളം കയറിയത്. ഈ വീടടക്കം ഒലിച്ചു പോവുകയാണ്. 3-4 വീട് ഒലിച്ചു പോകുന്ന അത്രയും ശക്തിയിൽ ഈ നദിയിൽ നിന്ന് വെള്ളം അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ നദിയിലേക്ക് വീണ് പതിച്ച മണ്ണെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു W ഫോർമേഷനിലുള്ള കൂമ്പാരം മാത്രമല്ല. ഇത് നമുക്ക് നൽകുന്ന കൃത്യമായ ഒരു സൂചനയുണ്ട്. ഈ W എന്ന് പറയുന്നത് ഒരു സൂചന തന്നെയാണ്. അതായത് മണ്ണ് നേരെ താഴേക്ക് കൃത്യമായി വലിയൊരു അളവിൽ തന്നെ പതിച്ചിട്ടുണ്ട്. ആ മണ്ണ് ഇപ്പോൾ തിട്ടയോട് ചേർന്നുകൊണ്ട്, നേരത്തെ നദിയുടെ തിട്ട എങ്ങനെയായിരുന്നോ ആ രീതിയിലല്ല ഇപ്പോൾ തിട്ട കിടക്കുന്നത്. ആ തിട്ടയിൽ ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതിനടിയിൽ. രണ്ടാമത്തെ സാധ്യത, ഇപ്പോൾ ഇവിടെയായി കൂടിയിരിക്കുന്ന ഈ മണ്ണ്, അത് അടിത്തട്ടിൽ മണ്ണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നദി കലങ്ങി ഒഴുകുന്നത്. ഇതുവഴി സ്ട്രീമുണ്ട്, അതായത് വെള്ളം ഇപ്പോൾ ഇതുവഴി ഒഴുകുന്നുണ്ട്. വെള്ളം ഇതുവഴി ഒഴുകി പോകുന്നുണ്ട്. ഈ ഭാഗത്തു കൂടിയും ഒഴുകി പോകുന്നുണ്ട്. ഇവിടെയും ഈ മണ്ണിനിടയിലൂടെയൊക്കെ ചെറുതായി കയറി പോകുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ രണ്ട് ഏരിയയിലും ഉള്ളതുപോലെയുള്ള വലിയൊരു കുത്തൊഴുക്ക് അല്ലെങ്കിൽ അണ്ടർ കറണ്ട് ഈ ഭാഗത്ത്, നദിയുടെ അടിഭാഗത്ത് ആഴത്തിൽ അടിത്തട്ടിൽ നല്ല ഒഴുക്കാണ് എന്ന് പറയുമ്പോഴും ഇവിടെ അത്രയും ഒഴുക്കില്ല എന്ന് അവിടെ പരിശോധിച്ച സംഘങ്ങൾ തന്നെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് തടസ്സമായി കിടക്കുന്നത് അല്ലെങ്കിൽ അടിഞ്ഞു കിടക്കുന്നത്, അതുകൂടി പരിശോധിക്കുന്നതിനായുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉപയോഗപ്പെടുത്തുക എന്നവർ നേരത്തെ പറഞ്ഞിരുന്നു. ആഴത്തിലുള്ള ഡ്രഡ്ജിംഗ് അടക്കം നടത്തിക്കൊണ്ട് മാത്രമേ, ഡ്രഡ്ജിങ്ങിലൂടെ മാത്രമേ എന്താണ് അവിടെ കിടക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. വലിയ പാറക്കഷ്ണങ്ങളാണോ അതോ ഈ വാഹനമാണോ? ഈ രണ്ട് ഇടങ്ങളിൽ, അതായത് ഈ W സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിലും അതോടൊപ്പം തന്നെ അതിൻ്റെ മിഡിൽ പോയിന്റിലുമാണ് ഈ വാഹനം കിടക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് ഇതുവരെ നേവിയും അതോടൊപ്പം തന്നെ NDRF-ഉം ഒക്കെ നടത്തുന്ന പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുവഴി ഇപ്പോൾ നദി നന്നായി ഒഴുകുന്നുണ്ട്. ഇവിടെയും തടഞ്ഞാണ് ഒഴുകുന്നത്. ഇവിടെയും നന്നായി ഒഴുകുന്നുണ്ട്. നദിയുടെ കരയിലേക്ക് വെള്ളം കയറിയ ഭാഗമെന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അത് ഈ മണ്ണ് പതിച്ചപ്പോഴുണ്ടായ ആഘാതത്തിൽ കുത്തനെ വെള്ളം കുതിച്ചുയർന്ന് നദിയുടെ കരയിലേക്ക് കയറുകയായിരുന്നു. അങ്ങനെയാണ് വീടുകളൊക്കെ ഒലിച്ചു പോയത്.